ഫൈനലി CUT UG 2026 റിസൾട്ട് വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. CUT UG 2026 എഴുതിയിട്ടുള്ള നിങ്ങളുടെ സ്റ്റുഡന്റ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ CUT UG നമുക്കറിയാം ഏകദേശം 15,68,867 ആൾക്കാരാണ് ഈ വർഷം CUT UGക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എക്സാം അറ്റൻഡ് ചെയ്തത് 11,64,498 ആൾക്കാരാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 1,00,000 കൂടുതൽ ആൾക്കാർ ഇപ്രാവശ്യം CUT UG 2026 എഴുതിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള സ്കോർ കാർഡാണ്. അപ്പോൾ സ്കോർ കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ CUT.NTA.NIC.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തേക്ക് കുറെ നിങ്ങളുടെ ഏത് സബ്ജക്ട് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ പെർസെന്റേജ് സ്കോർ കാണാൻ പറ്റും, പിന്നെ നിങ്ങളുടെ സ്കോർ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പെർസെന്റേജ് സ്കോർ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ അതിനപ്പുറത്തുള്ള സ്കോർ മാത്രം നോക്കിയാൽ മതി. അതായിരിക്കും മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് പരിഗണിക്കുന്നത്. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പറയാ, എങ്ങനെയാണ് അഡ്മിഷൻ നടപടികളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, നമ്മൾ എൻട്രൻസ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ സ്കോർ കാർഡ് വന്നതിന് ശേഷം നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികളുടെ പോർട്ടലിൽ കയറി നമുക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്ന കോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. ശേഷം അതിനുശേഷം അതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്തതിനു ശേഷം ഓരോ റാങ്ക് ലിസ്റ്റ് വരും. ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ്, അങ്ങനെ ഓരോ നമ്മുടെ മാർക്കിനനുസരിച്ച് നമ്മളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് അതിന്റെ അഡ്മിഷൻ നടപടികൾ പോകുന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികളുടെ പോർട്ടലിൽ സെപ്പറേറ്റ് ആയിട്ട് പോയി അപ്ലൈ ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ 10th-ലെയും 12th-ലെയും സർട്ടിഫിക്കറ്റ് വേണ്ടിയും, അതുപോലെ തന്നെ നമ്മുടെ CUT-യുടെ സ്കോർ കാർഡ്, പിന്നെ അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ, മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികളും ചോദിക്കുന്നുണ്ട് നമ്മുടെ CUT പോയ നമ്മൾ എക്സാം എഴുതാൻ പോയ അതിന്റെ അഡ്മിറ്റ് കാർഡ്. അപ്പൊ അതുണ്ടെങ്കിൽ കയ്യിൽ വെക്കാൻ, സൂക്ഷിച്ച് വെക്കാൻ ആവശ്യം വരും. അഡ്മിറ്റ് കാർഡ് വേണം. അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ, ID പ്രൂഫ് ആയിട്ട് വേണം. നമ്മൾ ഏതാണ് ആധാർ കാർഡ് എങ്കിൽ അത്, അല്ലെങ്കിൽ ലൈസൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ പാസ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാം. അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടി വരും. പിന്നെ നമ്മൾ വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് OBC, SC, ST, EWS ഒക്കെ റിസർവേഷൻ കാറ്റഗറീസിന്റെ സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരും. അതിന് നമ്മൾ പറയാനുള്ള ഒരു OBC NC സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ചോദിക്കുന്നത് 31 മാർച്ച് 2026 31 മാർച്ചിന് ശേഷമുള്ളതാണ് ചോദിക്കുന്നത്. അതിന്റെ മുമ്പുള്ള ചില യൂണിവേഴ്സിറ്റികൾ പരിഗണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഉടൻ തന്നെ പോയിട്ട് OBC NC കാറ്റഗറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ EWS ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ചില യൂണിവേഴ്സിറ്റികൾ ചോദിക്കുന്നുണ്ട്. ഇൻകം പോലുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മൾ OBC NC ക്ലെയിം ചെയ്യാനൊക്കെ അല്ലെങ്കിൽ EWS ക്ലെയിം ചെയ്യാനൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ വരുന്നത് ബാക്കി സിംഗിൾ ചൈൽഡ് അഫിഡവിറ്റ് ചോദിക്കുന്നുണ്ട്. ഒരു മകളാണ്, ഒറ്റ മകളാണെന്നുണ്ടെങ്കിൽ അതിന് സിംഗിൾ ഗേൾ ചൈൽഡ് എന്നുള്ള ഇതുണ്ട്, റിസർവേഷൻ ഉണ്ട്, അതിനുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കും ചില യൂണിവേഴ്സിറ്റികൾ. അതുപോലെ തന്നെ PW ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ സ്പോർട്സ് ക്വാട്ട, പിന്നെ ECA സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ എന്താ പറയാ, കഴിഞ്ഞ വർഷമാണ് +2 കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ ഗ്യാപ് ഇയർ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. CUT UG 2026 എക്സാം നടക്കുന്നത് May 11 മുതൽ June 7 വരെ ആയിരുന്നു. ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഏകദേശം 11 ലക്ഷത്തോളം ആൾക്കാരാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ 10 ലക്ഷത്തിൽ ചില്ലറ ആൾക്കാരായിരുന്നു അറ്റൻഡ് ചെയ്തത്. ഈ വർഷം 11 ലക്ഷമാണ്. 1 ലക്ഷം ആൾക്കാർ കൂടുതലാണ് ഈ വർഷം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഒരുപാട് യൂണിവേഴ്സിറ്റികളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഏകദേശം 241 യൂണിവേഴ്സിറ്റികളാണ് CUT UGയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം ഏകദേശം 244 യൂണിവേഴ്സിറ്റികളാണ്. വെറും 3 യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 1 ലക്ഷം ആൾക്കാർ കൂടുതൽ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു 244 യൂണിവേഴ്സിറ്റികളിലായിട്ട് ഏകദേശം ഒരു 2 ലക്ഷത്തോളം സീറ്റ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞൊരു 5 യൂണിവേഴ്സിറ്റികളെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മാർക്ക് കുറവുണ്ടായിരിക്കും, എന്താ പറയാ, വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിരാശരാവേണ്ട കാര്യമില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ചില യൂണിവേഴ്സിറ്റികളൊക്കെ കട്ട് ഓഫ് ഭയങ്കര കുറവാണ്, ചിലതൊക്കെ നല്ല ഹൈ ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞൊരു 5 യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചില ആൾക്കാർ മാർക്ക് കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു കട്ട് ഓഫ് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റികളുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു കട്ട് ഓഫ് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ കിട്ടുന്നതായിരിക്കും. എനിവേ, ഓൾ ദി ബെസ്റ്റ്.